പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് ഭീഷണി മുഴക്കിയ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾക്ക് നേരിയ ഇളവ് അനുവദിക്കാനുള്ള നീക്കം ദില്ലിയിൽ ആലോചിക്കുന്നു. എന്നാൽ ഈ ഇളവുകൾ ഭാവിയിൽ വൻ അപകടവും പാരയുമായി ഈ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയായി മാറുമെന്നും ദില്ലിയിൽ നിന്നും മുന്നറിയിപ്പ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് അറിയിച്ചത്. ഇതോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ, ഹിന്ദു, സിഖ്, പാഴ്സി, ബുദ്ധർ തുടങ്ങിയ അഭയാർത്ഥികൾക്ക് ഈ 3 സംസ്ഥാനത്തും പൗരത്വം നൽകുകയില്ല. എന്നാലും പാകിസ്ഥാനിൽ നിന്നും മറ്റും നുഴഞ്ഞുകയറിയ മുസ്ലിം പൗരന്മാർക്ക് പൗരത്വത്തിനായി വാദിക്കുന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യം ഒട്ടും കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ല. ഒടുവിൽ കേരളത്തിൽ മുസ്ലിം സംഘടനകൾക്ക് ഒപ്പം നിന്ന് സമരം നടത്തിയ പള്ളിക്കാർക്കും വൈദികർക്കും പോലും ഇപ്പോൾ തിരിച്ചടിയായി. ഇവരുടെ ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പൗരത്വത്തിന്റെ ആനുകൂല്യം നഷ്ടപ്പെട്ടു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ആർക്കും പൗരത്വം ലഭിക്കില്ല. അതായത് നിയമത്തിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കൊടുപ്പിക്കില്ല എന്ന ഏതാനും ചില മുസ്ലിം സംഘടനകളുടെ ആവശ്യം നടപ്പാവുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും. ഞങ്ങൾക്ക് കിട്ടാത്തത് മറ്റൊരു മതക്കാർക്കും വേണ്ട, മതം നോക്കി പൗരത്വം നൽകേണ്ട, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും വന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകണം എന്നതാണ് കേരളം അടക്കമുള്ള സമരക്കാരുടെ ആവശ്യം. ഈ സമരത്തിന് ചൂട്ടും ചൂടുമായി നിന്നതാകട്ടെ മതേതരത്വത്തിന്റെ പേരിലും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലും ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളും. ഇതിനിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയ ആളുകളെ യുപിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. ഇതിന്റെ മറവിൽ കലാപത്തിനും ആക്രമണത്തിനും ഉതകുന്ന പ്രചാരണം നടത്തിയ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലാ സ്വദേശി ആരിഫ് തൻവിയെ അറസ്റ്റ് ചെയ്തതായ വിവരങ്ങൾ വന്നു. സിഎഎക്കെതിരെ തുടർച്ചയായി കിംവദന്തികൾ പ്രചരിപ്പിക്കുകയായിരുന്നു ആരിഫ്. മുസഫർ നഗർ, കോട്ട്വാലി നഗർ പോലീസാണ് നടപടിയെടുത്തത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സാപ്പിലും തൻവി ടൈംസ് എന്ന ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി പോലീസ് പറഞ്ഞു. ആരിഫ് തൻവിയാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത്. സിഎഎയെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഈ ഗ്രൂപ്പിൽ തുടർച്ചയായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ആരിഫിന്റെ നടപടി സാമൂഹിക സൗഹാർദ്ദത്തിന് ഭംഗം വരുത്തുന്ന നടപടിയാണെന്ന് പോലീസ് പറഞ്ഞു. വ്യാജ പ്രചാരണം നടത്താൻ ഉപയോഗിച്ച ഇയാളുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ലൈംഗിക രോഗങ്ങൾ സുഖപ്പെടുത്തുമെന്ന് അവകാശപ്പെട്ട് ആരിഫ് വ്യാജ ക്ലിനിക്കും നടത്തുന്നതായി പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് സുപ്രധാന നീക്കമുണ്ടായത്. ഈ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം പോലീസ് കനത്ത ജാഗ്രതയിലാണ്. സോഷ്യൽ മീഡിയ പോലീസ് നിരീക്ഷണത്തിലുമാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും വിശ്വസിക്കരുതെന്നും ജനങ്ങളോട് നിരന്തരം സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. സിഎയുടെ പേരിൽ വിദ്വേഷ മുദ്രാവാക്യങ്ങളുമായി വിവിധ മുസ്ലിം സംഘടനകളും സജീവമാണ്. സിഎഎ ബിൽ പാസാക്കിയ 2019 സംസ്ഥാനത്ത് എസ്ഡിപിഐയും പിഎഫ്ഐയും ചേർന്ന് വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു. 835 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് സംഘർഷത്തിന് പ്രേരണ നൽകിയത് സംസ്ഥാന സർക്കാരും സിപിഎം നേതാക്കളും കോൺഗ്രസും കൂടാതെ ഘടകകക്ഷി നേതാക്കളുമായിരുന്നു. കഴിഞ്ഞ ദിവസം സിഎയുടെ ചട്ടം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം ഇറക്കിയപ്പോഴും ഇരു മുന്നണികളിൽപ്പെട്ട നേതാക്കളും സർക്കാരും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രസ്താവനകളുമായും രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.